ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോ നിങ്ങൾ കാണാൻ തന്നെ തിരഞ്ഞെടുത്തത് തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ. നിങ്ങളോട് ഒരാൾ ഒരു പ്രോഗ്രാമിൻ്റെ ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറയുകയും എന്നാൽ മറ്റൊരു ഓപ്ഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രോഗ്രാം കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും പറഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് എളുപ്പമുള്ളതായിരിക്കും അല്ലേ. ഇനി നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തന്നിട്ട് അതിൽ നിങ്ങളെ റെസ്പോൺസിബിൾ ആക്കുന്നതും നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഇപ്പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ഹോബീസും തന്നാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അവിടെ നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ആ ഒരു സമയത്തെ സന്തോഷമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയില്ല അല്ലേ. അതിലിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഉണ്ടാവാം, സോഷ്യൽ മീഡിയ ഉണ്ടാവാം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടാകാം. പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ് ഈ സുഖവും ദുഃഖവും സമ്മിശ്രമാണ്, ഒരു സുഖം ഉണ്ടായാൽ ഒരു ദുഃഖം ഉണ്ടാവും എന്നൊക്കെ. ഇത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് സന്തോഷമുള്ള കുറച്ച് മൊമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് സങ്കടമുള്ള അല്ലെങ്കിൽ കുറച്ച് ഡള്ളായിട്ടുള്ള മൊമെൻറ്റ്സും വന്നു പോകാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലഷറാണ്. അതിന് എത്ര കിട്ടിയാലും നമ്മൾ വേണ്ടെന്ന് വെക്കില്ല, വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുകയും നമുക്ക് പ്ലഷർ കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. പ്ലഷറല്ലേ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നമ്മുടെ ബ്രെയിൻ ആളൊരു സൈക്കോ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്ലഷറിന്റെ 3 ഇരട്ടി പെയിൻ നമുക്ക് തന്നിട്ടായിരിക്കും ബ്രെയിൻ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക. നമ്മുടെ പെയിനെയും പ്ലഷറിനെയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ നിർത്തേണ്ടത് ബ്രെയിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലഷറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 3 ഇരട്ടി പെയിൻ തന്ന് ബ്രെയിൻ അതിനെ സ്റ്റേബിൾ ആക്കും. ഇനി നമുക്ക് കിട്ടുന്നത് പെയിൻ ആണെങ്കിലോ അതിൻ്റെ തന്നെ 3 ഇരട്ടി പ്ലഷർ നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുന്നതിലാണ് കാര്യം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലഷറിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും അല്ലേ. അത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാകത്തുമില്ല. ഇനി അതിൻ്റെ കിക്ക് തീരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കുറച്ച് ഡോസ് കൂടിയ പ്ലഷർ ചൂസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ കിക്ക് കുറയുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും പ്ലഷർ തേടിയാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്കൊരു പെയിൻ വന്നാലോ അതിനെ ഓവർകം ചെയ്യാനും നമ്മൾ പ്ലഷർ തേടി പോകും. ഇങ്ങനെ പ്രഷറിൻ്റെ കട്ട കൂടിക്കൂടി വരുന്നതനുസരിച്ച് പെയിനിൻ്റെ അളവ് അതിൻ്റെ ഇരട്ടിയായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഈ പ്ലഷർ ഫാക്ടർ സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കണമെന്നില്ല. നമുക്കുണ്ടാവുന്ന എന്ത് അഡിക്ഷനും ആവാം, സിഗരറ്റോ അല്ലെങ്കിൽ പോൺ വീഡിയോ, അതും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനോ, അങ്ങനെ എന്തും. ഒരു പരിധി കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലഷറിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടി നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അഡിക്റ്റ് ആവും. ഇനി എന്തെങ്കിലും പെയിൻ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം പ്ലഷറിനെ ആശ്രയിച്ച് പോവും. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് എവിടെ ആയിരിക്കും? ഇതിൻ്റെ എല്ലാം 3 ഇരട്ടി പെയിനായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു വരിക. ചുരുക്കി പറഞ്ഞാൽ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ട് ജീവിതകാലം മുഴുവനും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടയ്ക്കുന്ന അവസ്ഥ. എന്നാൽ ചില സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലഷറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. വലിയ ഡ്രഗ് അഡിക്ഷൻ പോലുള്ള സിറ്റുവേഷനിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എനിക്ക് വായി തോന്നിയ പോലെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല, ഇതെല്ലാം പ്രൂവൺ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അന്ന ലെംകെയുടെ ഡോപ്പമിൻ നേഷൻ എന്ന് പറയുന്ന ബുക്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തെ പല കേസ് സ്റ്റഡീസും ഈ ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന പല പ്രോസസ്സും ആയിരിക്കാം. ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളോ അതും അല്ലെങ്കിൽ നമുക്ക് തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാതിരിക്കാം. പക്ഷേ ആ ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊന്നും പലപ്പോഴും ചൂസ് ചെയ്യാത്തത്. എന്നാലോ പ്ലഷർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി വരും തോറും അതിൻ്റെ കിക്കൊക്കെ നഷ്ടപ്പെടും. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പെയിൻ നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റിമോട്ട് ബട്ടൺ പോലെ നമ്മുടെ പ്ലഷർ ബട്ടൺ അമുങ്ങി അവസാനം അതിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. എന്നാൽ മറുവശത്ത് നമ്മുടെ പെയിൻ ബട്ടൺ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതൊരിക്കലും നമ്മൾ ചൂസ് ചെയ്യേയില്ല. ചുരുക്കി പറഞ്ഞാൽ പ്ലഷർ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്യൂരി യൂസ് ചെയ്യുന്ന പോലെയാണ്. എന്നാലോ പെയിൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വേണം എടുക്കാൻ. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ മാത്രമായിരിക്കണം. അതല്ലാതെ നമ്മൾ ഫുഡിൽ തന്നെ മാറ്റം വരുത്തി നമുക്ക് കിട്ടേണ്ട വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെയിൻ മാത്രം തരുന്ന ലോങ് റണ്ണിൽ പ്ലഷർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇൻസ്റ്റൻറ്റ് പ്ലഷർ തരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ആ ഒരു പേരിൽ തന്നെ അലർട്ട് കൊടുക്കാം, ഇൻസ്റ്റൻറ്റ്. ഒരിക്കലും അത് നീണ്ടു നിൽക്കില്ല, നമുക്ക് ലോങ് റണ്ണിൽ അത് പെയിൻഫുള്ളും ആയിരിക്കും. സോ ചൂസ് ചെയ്യുന്നത് എപ്പോഴും വൈസായിട്ട് വേണം. നമ്മൾ ചൂസ് ചെയ്യുന്നത് പെയിൻ ആണെങ്കിൽ പ്ലഷർ കൂടെ തന്നെ ഉണ്ടാകും. ഇനി പ്രഷർ ആണെങ്കിലോ പെയിനും കൂടെ തന്നെ ഉണ്ടാകും.
സോ ഡോപ്പമിനേഷൻ എന്ന ബുക്ക് വായിച്ചിട്ടില്ലാത്തവർ അതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.